നമുക്ക് സന്തോഷത്തോടെ മറ്റുള്ളവരോട് ഇടപെടുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് പരിശുദ്ധാത്മ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രകടിച്ചാലും മറ്റുള്ളവരുടെ സന്തോഷം പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അക്ഷരമോ പാനീയമോ അല്ല. പിന്നീട് എന്താണ്? ഭക്തിത, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിലാണ്. എന്റെ സഹോദരന്റെ ജീവിതത്തിൽ ആ സഹോദരൻ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗ്ഗത്തിലാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നതാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായിയുടെ സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങൾ മലയിലെ പ്രസംഗത്തിന്റെ അധ്യായങ്ങളാണ്. ഈശോ അതുവരെ പ്രസംഗിച്ച എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് അവിടെ കൂടിയിരുന്ന ജനത്തെ പഠിപ്പിക്കുകയാണ്. എന്താണ് ദൈവരാജ്യം എന്ന്? അവിടെ അതിനെ പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഈ വിശുദ്ധ ഭാരതത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗീയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഞാൻ നീതിയെ അന്വേഷിച്ചുകൊണ്ട് പോകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ സമാധാനകാംക്ഷിയായി മാറണം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്നത്, സ്വർഗീയ അനുഭവത്തോടുകൂടെ ഞാൻ ജീവിക്കുന്നത്. സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ